ഹായ് ഫ്രണ്ട്സ്, നിമീസ് ഹിയർ. ഇന്ന് ഞാനിവിടെ പറയുന്നത് UAE എങ്ങനെ എനിക്ക് ടീച്ചിങ് ജോബ് കിട്ടി എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഡ്രീം, അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരാഗ്രഹവും ഇന്നും ഇന്നലെയും ഉണ്ടാവുന്നതല്ല. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പും അതിനു പുറകിലുണ്ടാകും. UAE ഒരു ടീച്ചറായി ജോബ് കിട്ടണം എന്ന എൻ്റെ ആഗ്രഹം തുടങ്ങിയത് 2020 ആ സമയത്താണ് കേട്ടോ. പക്ഷേ അത് സാധിക്കാൻ 5 വർഷം വേണ്ടി വന്നു. ബട്ട് ഐ ഓൾവേസ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. അതുകൊണ്ടായിരിക്കാം UAE വന്നിട്ട് 7 ദിവസം കൊണ്ട് എനിക്ക് ടീച്ചർ ജോബ് കിട്ടിയത്. ഏപ്രിൽ 3, 2025 ഞാൻ ദുബൈയിലേക്ക് എത്തിയത്. ജോബിനായിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ്, അതിനുശേഷം മതി എൻജോയ്മെൻറ്റ് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 4 രാവിലെ മുതൽ ഞാൻ മെയിലേക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ ലിസ്റ്റൊക്കെ എടുത്തിട്ട് HR മെയിലൊക്കെ നോക്കി മെയിലയക്കുകയായിരുന്നു ചെയ്തത്. ക്ഷമ വളരെ കുറവുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 3-4 ദിവസം അപ്ലൈ ചെയ്തിട്ട് റിപ്ലൈ ഒന്നും വരാതിരിക്കുമ്പോഴുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജോബ് കിട്ടുന്നത് അത്ര ഈസി അല്ല എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ആ പ്രോസസ്സ്. മെയിലയക്കും, അയച്ച സ്കൂളിലേക്ക് പിന്നെയും അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള സ്കൂളിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുള്ളത് ഏപ്രിൽ 10 എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആ സമയത്ത് സ്കൂൾ ഓപ്പൺ ചെയ്തത് ഏപ്രിൽ 7 അതുകൊണ്ട് അവർ ഏപ്രിൽ 10 വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 10 രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആഫ്റ്റർനൂൺ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് ഒരു കോള് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറയുമ്പോഴുള്ള ടെൻഷൻ അതെനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തു. എനിക്കൊരു 2 hours കിട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഫോർ പ്രിപ്പയർ ചെയ്തു. ആഫ്റ്റർനൂൺ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അവർക്ക് ഓക്കെ ആയി. അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ, അതായത് ഏപ്രിൽ 11 ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ. ഡെമോ ടോപ്പിക്ക്, ടൈം എല്ലാം അവരെനിക്ക് ആഫ്റ്റർ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അവരെനിക്ക് മെയിൽ അയച്ചു തന്നു. അങ്ങനെ ഏപ്രിൽ 11 ഞാൻ അവിടെ ചെന്ന് ഡെമോ ക്ലാസ് എടുത്തു. 4th സ്റ്റാൻഡേർഡിനാണ് ഞാൻ ഡെമോ ക്ലാസ് എടുത്തത്. HODയും പ്രിൻസിപ്പളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അതും അവർക്ക് ഓക്കെ ആയി. ഞാനിപ്പോൾ ഉള്ള സ്കൂളിൻ്റെ പോളിസി അനുസരിച്ച് ഡെമോ ക്ലാസ് എടുത്തതിന് ശേഷം 5 days ട്രയൽ ക്ലാസ് ആണ്. ആ ട്രയൽ ക്ലാസ്സിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ 6th day ഒരു ഡെമോ ക്ലാസ് പിന്നെയും ഉണ്ടാവും. ആ ഡെമോ ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിലുകൂടി ഓക്കെ ആണെങ്കിൽ മാത്രമേ ജോബ് കിട്ടൂ. അങ്ങനെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ ജോബ് കിട്ടിയത്. ഇവിടേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് നാട്ടിൽ നിന്ന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു 2 സ്കൂളിലേക്ക് വേക്കൻസി കണ്ടിട്ട്. അതിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചതാണ്. ബട്ട് ഞാൻ ആ സമയത്ത് നാട്ടിലായതുകൊണ്ടാണ് അത് ഡ്രോപ്പായി പോയത്. അത് നല്ലൊരു സ്കൂളായിരുന്നു, ക്രെഡൻസ് സ്കൂളായിരുന്നു അത്. ആരെങ്കിലും ടീച്ചിങ് ജോബിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഇവിടെ വന്നിട്ട് തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. UAE തന്നെ ഉണ്ടെങ്കിലാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങളുടെ CV ആണ് മെയിൻ. നിങ്ങൾ എങ്ങനെയാണോ CV ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് മെയിനായിട്ട് നോക്കുന്നത്. HR ആയാലും മെയിനായിട്ട് അതാണ് നോക്കുന്നത്. എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു CV കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. അതോടൊപ്പം എന്തൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് അവരെന്നോട് ചോദിച്ചത്, എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ PPT അത് മെയിനാണ് കേട്ടോ. നമ്മൾ ഡെമോ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് PPT നിർബന്ധമാണ്. എന്തൊക്കെ ടോപ്പിക്സ്, സബ് ടോപ്പിക്സ്, എത്ര സ്ലൈഡ്സ്, ആ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് മൈ ചാനൽ. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആഗ്രഹം അതെന്താണെങ്കിലും അത് സത്യസന്ധമാണെങ്കിൽ നമുക്കത് എന്തായാലും നേടിയെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.